നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു എന്നെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി മോഡൽ വെർബാണ് ഹാവ് ടു, ഹാഡ് ടു. ഇത് ഷുഡ്, മസ്റ്റ് അതുപോലുള്ള മോഡൽ വെർബ്സിൽ നിന്ന് അല്പം ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് മസ്റ്റിന് പകരം ഹാവ് ടു ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഷുഡിന് പകരവും ഹാവ് ടു ഉപയോഗിക്കാം. പക്ഷെ ഹാവ് ടു നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആ ഒരു ആവശ്യം അത് എക്സ്റ്റേണൽ ആയ ഒരു സോഴ്സിൽ നിന്ന് വരുമ്പോഴാണ്. അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയല്ല നമ്മൾ മെയിൻലി ഹാവ് ടു യൂസ് ചെയ്യുന്നത്. മറിച്ച് മറ്റൊരാളുടെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും നിർബന്ധം കൊണ്ട്, അത് നമ്മുടെ എംപ്ലോയറുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണമായിരിക്കാം. അതെല്ലാം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സെമി മോഡൽ വെർബിന്റെ കറക്റ്റ് യൂസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക്, കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നിനക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ? നീ എഴുന്നേൽക്കാറുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ എന്നാണ്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു സാഹചര്യം കാരണം നിനക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ മെയിൻലി ഹാവ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? എഴുന്നേൽക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഹാബിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഹാബിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയാലും ശരി, സ്റ്റേറ്റ്മെന്റ് ആയാലും ശരി, നമ്മളവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പം ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഗെറ്റ് അപ്പ് ഏർലി അല്ലെങ്കിൽ ഐ വേക്ക് അപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുന്നേൽക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഗെറ്റ് അപ്പ് ഏർലി. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്ന ഡൂവും ഡസും ഉപയോഗിച്ചാണ്. ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. അതുകൊണ്ട് തന്നെ നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഗെറ്റ് അപ്പ് ഏർലി എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇനി നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ എന്നെങ്ങനെ പറയും? അത് പറയുന്നതിന് വേണ്ടി നമ്മൾ ആ വേക്കപ്പ് അല്ലെങ്കിൽ ഗെറ്റപ്പ് എന്ന വെർബിന് മുന്നിൽ ഹാവ് ടു എന്ന സെമി മോഡൽ വെർബ് കൂടി ഉപയോഗിക്കും. അപ്പോൾ ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ട് എന്നാണ് അർത്ഥം. ഐ ഹാവ് ടു വേക്കപ്പ് ഏർലി, എനിക്ക് നേരത്തെ ഉണരേണ്ടി വരാറുണ്ട്. ഐ ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ മുന്നിൽ ആ ഗെറ്റപ്പ് എന്ന വെർബിന് മുന്നിൽ ഹാവ് ടു വന്നു കഴിയുമ്പോൾ പിന്നെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ട് എന്ന മീനിങ് ആണ് വരുന്നത്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നിനക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡു സബ്ജക്റ്റിന് മുന്നിൽ ഉപയോഗിക്കണം. കാരണം ഈ സെന്റൻസ് ഐ ഗെറ്റ് അപ്പ് ഏർലി ആയാലും ശരി, ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ആയാലും ശരി, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡു യൂസ് ചെയ്യും അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്റ്റ് യു ആയതിനാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡു യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? നിനക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ? ഡു യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ട്. ഡു യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാറുണ്ടോ? അതാണ് അതിനർത്ഥം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ ഹാവ് കാണുന്നത് കൊണ്ട് പലർക്കും ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വച്ചാൽ പോരെ എന്ന് തോന്നും. അങ്ങനെയല്ല നമ്മളത് ചെയ്യുന്നത്. ഇവിടുത്തെ ഹാവ് മെയിൻ വെർബാണ്, ഓക്സിലറി വെർബ് അല്ല. ഹാവ് ഓക്സിലറി വെർബായി വരുന്ന സമയത്ത്, അതായത് ഹാവിന് ശേഷം V3 വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഹാവിനെ സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കുക. ഹാവ് മെയിൻ വെർബായി വരുന്ന സെന്റൻസസിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കേണ്ടി വരും. ഡു യു ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? എനിക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഇതാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാറുണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ വർക്ക് ഓൺ സൺഡേസ് അല്ലെ. അതിനർത്ഥം ഞാൻ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാറുണ്ട് എന്നാണ്. ഐ വർക്ക് ഓൺ സൺഡേസ്. എനിക്ക് ചെയ്യേണ്ടി വരാറുണ്ട് എന്ന് പറയുമ്പോൾ വർക്കിന് മുന്നിൽ നമുക്ക് ഹാവ് ടു കൂടി ഉപയോഗിക്കണം. ഐ ഹാവ് ടു വർക്ക് ഓൺ സൺഡേസ്. എനിക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടി വരാറുണ്ട്. ഐ ഹാവ് ടു വർക്ക് ഓൺ സൺഡേസ്. അപ്പോൾ നിനക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടി വരാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡു ഉപയോഗിക്കും. ഡു യു ഹാവ് ടു വർക്ക് ഓൺ സൺഡേസ്? നിനക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടി വരാറുണ്ടോ? ഡു യു വർക്ക് ഓൺ സൺഡേസ് എന്ന് ചോദിച്ചാൽ നീ ജോലി ചെയ്യാറുണ്ടോ എന്നാണ്. ഡു യു ഹാവ് ടു വർക്ക് ഓൺ സൺഡേസ് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടി വരാറുണ്ടോ എന്നാണ്. ഇത് തന്നെ നമുക്ക് നീഡ് ഉപയോഗിച്ചും പറയാം. ഐ നീഡ് ടു വർക്ക് ഓൺ സൺഡേസ്. ഹാവ് ടു ആയാലും നീഡ് ആയാലും അതൊരു ആവശ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്.
എക്സാക്ട്ലി ഒരേ മീനിങ് അല്ല, പക്ഷെ എന്നാലും പലപ്പോഴും നമുക്ക് ഹാവ് ടുവിന് പകരം നീഡ് ഉപയോഗിക്കാൻ സാധിക്കും. നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? ഇത് ഹാബിറ്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പതിവായി ഒരു കാര്യം ചെയ്യാറുണ്ടോ, അതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം, നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്ന് എങ്ങനെയാ പറയുന്നത്? ഐ ഗെറ്റ് അപ്പ് ഏർലി, അല്ലെങ്കിൽ ഐ വേക്ക് അപ്പ് ഏർലി, ഞാൻ നേരത്തെ ഉണരാറുണ്ട്. ഐ ഗെറ്റ് അപ്പ് ഏർലി. ഇനി നമുക്കിതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. അപ്പം നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സബ്ജക്റ്റ് യു ആണ്, അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്, ഡസ് അല്ല. ഡു ഉപയോഗിച്ചാണ് അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു യു ഗെറ്റ് അപ്പ് ഏർലി? നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? ഡു യു ഗെറ്റ് അപ്പ് ഏർലി? ഒരു ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബാണ് ആദ്യം വരിക, അതിനുശേഷം സബ്ജക്റ്റ് വരും. പിന്നെ ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും അതിൻ്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം. അതായത് V1 വേണം നമ്മളവിടെ ഉപയോഗിക്കാൻ. അതിൻ്റെ കൂടെ എസ് ഒന്നും ആഡ് ചെയ്യരുത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും ആ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യരുത്. ഡു ഡസ് ഡിഡ്, അതിനുശേഷം V1 തന്നെ ഉപയോഗിക്കാം. നീ രാവിലെ നേരത്തെ എഴുന്നേറ്റോ? ഇത് ഒരു പർട്ടിക്കുലർ ദിവസം, ഏതോ ഒരു ദിവസം എഴുന്നേറ്റോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ലാതെ സാധാരണ എഴുന്നേൽക്കാറുണ്ടോ അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നോ അതൊന്നും അല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ വോക്ക് അപ്പ് ഏർലി അല്ലെങ്കിൽ ഐ ഗോട്ട് അപ്പ് ഏർലി. ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇനി നമുക്കിതിനെ ക്വസ്റ്റ്യൻ ആക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡൂവും ഡസും ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. അപ്പോൾ ഐ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ഡിഡ് യു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നാണ്. ഡിഡ് യു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? നീ രാവിലെ നേരത്തെ എഴുന്നേറ്റോ? ഡിഡിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വേക്ക് ആണ്, വോക്ക് അല്ല. V1 ആണ് ഡു ഡസ് ഡിഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിഡ് യു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ എഴുന്നേൽക്കാറുണ്ടോ എന്നോ എഴുന്നേൽക്കാറില്ല എന്നോ അല്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കാര്യമില്ല. ഇത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എങ്ങനെ പറയും? നമുക്കൊരു കാര്യം ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യണം, ആവശ്യമുണ്ട്. ഇതിന് നമുക്ക് ഹാവ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ നീഡ് ഉപയോഗിക്കാം. എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഐ നീഡ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്നും പറയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് വെർബാണ്. ഐ ഹാവ് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഐ ഡോണ്ട് ഹാവ് ടു ആണ്. ഐ ഡോണ്ട് ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഗെറ്റപ്പും വേക്കപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഗെറ്റപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുക, വേക്കപ്പ് എന്ന് പറയുമ്പോൾ ഉണരുക. ഇവിടെ അത് രണ്ടും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഹാവ് ടു എന്ന് പറഞ്ഞാൽ വേണമെന്ന്, ഐ ഡോണ്ട് ഹാവ് ടു എന്ന് പറയുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് ഹാവ് ടുവിന് പകരം നീഡും ഉപയോഗിക്കാം. ഐ ഡോണ്ട് നീഡ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം. നിനക്ക് ഒരു ഡോക്ടറെ കാണേണ്ടി വന്നോ? ഇവിടെയും ചോദ്യം ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ്. കാണാറുണ്ടോ, കണ്ടിരുന്നോ അതൊന്നും അല്ല ചോദിക്കുന്നത്, കാണേണ്ടി വന്നോ. ഞാനൊരു ഡോക്ടറെ കണ്ടു എന്ന് പറയുമ്പോൾ ഐ സോ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മതി. നീ ഒരു ഡോക്ടറെ കണ്ടോ എന്ന് ചോദിക്കാൻ ഡിഡ് യു സീ എ ഡോക്ടർ എന്ന് ചോദിച്ചാൽ മതി. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. ഡിഡ് യു സീ എ ഡോക്ടർ? നീ ഒരു ഡോക്ടറെ കണ്ടോ? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിനക്കൊരു ഡോക്ടറെ കാണേണ്ടി വന്നോ എന്നാണ്. അതിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് സി എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമായ സോ ഉപയോഗിച്ചാൽ പോരാ. ആ വെർബിന് മുന്നിൽ നമുക്ക് ഹാവ് ടു, അതിന്റെ പാസ്റ്റ് ഫോമായ ഹാഡ് ടു ഉപയോഗിക്കണം. അപ്പൊ എനിക്കൊരു ഡോക്ടറെ കാണേണ്ടി വന്നു എന്നെങ്ങനെ പറയും? ഐ ഹാഡ് ടു സീ എ ഡോക്ടർ അല്ലേ? ഐ ഹാഡ് ടു സീ എ ഡോക്ടർ, എനിക്കൊരു ഡോക്ടറെ കാണേണ്ടി വന്നു. ഐ ഹാവ് ടു സീ എ ഡോക്ടർ, എനിക്കൊരു ഡോക്ടറെ കാണണം, അതാണ് അതിനർത്ഥം. ഇനി നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണം. ഐ ഹാഡ് ടു സീ എ ഡോക്ടർ എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം നമ്മൾ ഉണ്ടാക്കുന്നതും ഡിഡ് ഉപയോഗിച്ചാണ്. കാരണം ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഹാഡ് കാണുമ്പോൾ പലരും ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ഹാഡിന് ശേഷം V3 വരുമ്പോഴാണ് ഒരു സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാവുന്നത്. ഹാഡ് മാത്രമാണ് ആ സെൻറ്റൻസിൽ വെർബായിട്ടുള്ളതെങ്കിൽ ഇവിടുത്തെ ടു സി എന്ന് പറയുന്നത് വെർബല്ല, അത് ഇൻഫിനിറ്റീവ് ആണ്, നോൺ ഫൈനൈറ്റ് വെർബാണത്. അപ്പോൾ ഈ സെൻറ്റൻസിലെ മെയിൻ വെർബ് ഹാഡ് ആണ്. ഇങ്ങനെ ഹാഡ് മെയിൻ വെർബായി വരുന്ന സെൻറ്റൻസസ് എല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. ആ ഹാഡിനെ എടുത്ത് സബ്ജക്റ്റിന്റെ പിന്നിലേക്ക് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കില്ല.
ഐ ഹാഡ് ടു സീ എ ഡോക്ടർ എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഡിഡ് യു ഹാവ് ടു സീ എ ഡോക്ടർ എന്നതാണ്. എന്റെ പരിക്ക് സാരമുള്ളതായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നില്ല. എന്റെ പരിക്ക് മൈ ഇഞ്ചുറി സാരമുള്ളതായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗരവമുള്ളതായിരുന്നില്ല. മൈ ഇഞ്ചുറി വാസ് നോട്ട് സീരിയസ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്, അല്ല എന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. മൈ ഇഞ്ചുറി വാസ് നോട്ട് സീരിയസ്. മൈ ഇഞ്ചുറി ഈസ് നോട്ട് സീരിയസ് എന്ന് പറയുമ്പോൾ എന്റെ ഇഞ്ചുറി സാരമുള്ളതല്ല. വാസ് നോട്ട് സീരിയസ് എന്ന് പറയുമ്പോൾ സാരമുള്ളതായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നില്ല. സോ എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു എന്ന് പറയാൻ ഐ ഹാഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറയണം. പോവേണ്ടി വന്നില്ല എന്ന് പറയാൻ ഐ ഡിഡിന്റ് ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. മൈ ഇഞ്ചുറി വാസ് നോട്ട് സീരിയസ്, സോ ഐ ഡിഡിന്റ് ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നില്ല. ഐ ഹാഡ് ടു എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിന്റ് ഹാവ് ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്ന ഡിഡ് ഉപയോഗിച്ചാണെന്ന് പറഞ്ഞിരുന്നു. ഹാഡ് ടു എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ ഹാവ് ടു. നീ എന്തിനാണ് എന്നെ നേരത്തെ എഴുന്നേൽപ്പിച്ചത്? എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഉണരുക എന്ന് പറയുന്നതിന് വേക്കപ്പ് എന്ന് പറയും. നമ്മൾ മറ്റൊരാളെ ഉണർത്തി അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വേക്കപ്പിന്റെ കൂടെ അവരെ സൂചിപ്പിക്കുന്ന ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രനൗൺ കൂടി ഉപയോഗിക്കും. പ്രനൗൺ ആണെങ്കിൽ അത് വെയ്ക്കിന് ശേഷമാണ് വരുന്നത്. നീ എന്നെ നേരത്തെ ഉണർത്തി അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചു. യു വോക്ക് മീ അപ്പ് ഏർലി. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. വൈ ഡിഡ് യു വേക്ക് മീ അപ്പ് ഏർലി? വൈ ഡിഡ് യു വേക്ക് മീ അപ്പ് ഏർലി? ഇവിടെ മീ എന്ന പ്രനൗൺ നമ്മൾ ഉപയോഗിക്കുന്നത് വേക്കിനും അപ്പിനും ഇടയിലാണ്. വേക്കപ്പ് മീ എന്ന് പറയരുത്. ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റായി ഒരു പ്രൊനൗൺ വരുന്ന സമയത്ത് അത് ആ ഫ്രേസൽ വെർബിന് ഇടയിലാണ് വരാം. ഒബ്ജക്റ്റായി വരുന്നത് ഒരു നൗൺ ആണെങ്കിൽ നമ്മൾ പൊതുവെ അത് ഉപയോഗിക്കുക ഫ്രേസൽ വെർബിന് ശേഷമാണ്. പക്ഷെ ഒബ്ജക്റ്റായി വരുന്നത് പ്രൊനൗൺ ആണെങ്കിൽ എല്ലായ്പ്പോഴും അത് ആ ഫ്രേസൽ വെർബിന് ഇടയിൽ വരും. വൈ ഡിഡ് യു വേക്ക് മീ അപ്പ് സോ ഏർലി? യു വോക്ക് മീ അപ്പ് ഏർലി എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് വൈ ഡിഡ് യു വേക്ക് മീ അപ്പ് എന്നത്. എന്തുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വൈ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇത് ക്വസ്റ്റ്യൻ ആയത് കാരണം ഓക്സിലറി വെർബ് വന്നു. അതിനും ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. വൈ ഡിഡ് യു വേക്ക് മീ അപ്പ് സോ ഏർലി? എനിക്ക് ഇന്ന് ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു വർക്ക് ടുഡേ. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു വർക്ക് ടുഡേ. ടു വർക്ക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്തേക്ക് എന്നർത്ഥം. ടു ദ ഓഫീസ് എന്നും നമുക്ക് പറയാം. വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു വർക്ക് ടുഡേ. ഇന്ന് എനിക്ക് ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല. ജോലി സ്ഥലത്തേക്ക് പോവേണ്ട ആവശ്യമില്ല, അതാണ് ഇതിനർത്ഥം. ഇവിടെ പാർക്ക് ചെയ്യാൻ ഞാൻ പൈസ കൊടുക്കണം. ഇവിടെ പാർക്ക് ചെയ്യാൻ നീ പൈസ കൊടുക്കണം എന്നെങ്ങനെ പറയും? യു ഹാവ് ടു പേ ടു പാർക്ക് ഹിയർ. യു ഹാവ് ടു പേ എന്ന് പറയുമ്പോൾ ഇതിവിടെ ഫ്രീ അല്ല, നീ അതിന് പൈസ കൊടുക്കണം എന്നർത്ഥം. പിന്നെ പേ മണി എന്നൊന്നും പറയണ്ട, പേ എന്ന് പറഞ്ഞാൽ മതി. യു ഹാവ് ടു പേ ടു പാർക്ക് ഹിയർ. ഇവിടെ പാർക്ക് ചെയ്യാൻ നീ പണം നൽകണം. ഇനി ഇവിടെ പാർക്ക് ചെയ്യാൻ ഞാൻ പണം നൽകണോ എന്ന് ചോദിക്കുമ്പോഴോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. യു ഹാവ് ടു പേ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. സബ്ജക്റ്റ് ഐ ആണ്, അതുകൊണ്ടാണ് ഡു ഉപയോഗിക്കുന്നത്. ഡു ഐ ഹാവ് ടു പേ ടു പാർക്ക് ഹിയർ? ഞാനിവിടെ പാർക്ക് ചെയ്യാൻ പൈസ കൊടുക്കണോ? ഡു ഐ ഹാവ് ടു പേ ടു പാർക്ക് ഹിയർ? യു ഹാവ് ടു പേ എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഡു ഐ ഹാവ് ടു പേ എന്നത്. പ്രൊനൗണിൽ ഞാൻ വ്യത്യാസം വരുത്തുന്നുണ്ട്. നീ എന്നത് ഐ എന്നാക്കിയാണ് പറയുന്നത്. അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് അവൾ നേരത്തെ എഴുന്നേറ്റതും ഇല്ല. അവൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഷീ ഡിഡിന്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഷീ ഡിഡിന്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. അതുകൊണ്ട് അവൾ നേരത്തെ എഴുന്നേറ്റതുമില്ല. സോ ഷീ ഡിഡിന്റ്. അയാൾക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. ഹീ കുഡിന്റ് വോക്ക്. അതുകൊണ്ട് അയാളെ എടുത്തു കൊണ്ടുപോവേണ്ടി വന്നു. അയാളല്ല എടുക്കുന്നത്, അയാളെ ആണ് എടുക്കുന്നത്. അതായത് മറ്റാരോ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഒരു പാസീവ് വെർബാണ്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ ഇത് എങ്ങനെ പറയും? അവര് അയാളെ എടുത്തുകൊണ്ടുപോയി എന്നെങ്ങനെയാ പറയുന്നത്? ദേ ക്യാരീഡ് ഹിം, അല്ലെ? അവരയാളെ എടുത്തുകൊണ്ടുപോയി. അവർക്ക് അയാളെ എടുത്തുകൊണ്ട് പോവേണ്ടി വന്നു എന്നെങ്ങനെ പറയും? ദേ ഹാഡ് ടു ക്യാരി ഹിം. ഇനി നമുക്ക് അതിന്റെ പാസീവ് ആണ് വേണ്ടത്. ദേ ഹാഡ് ടു ക്യാരി ഹിം എന്നത് ആക്റ്റീവ് വോയിസിലാണ്. ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആയ ആ ഹിം ആണ് സബ്ജക്റ്റ് ആയിട്ട് പിന്നെ വരാം. ഹിം നമുക്ക് സബ്ജക്റ്റായി ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം അതിന്റെ സബ്ജക്റ്റ് ഫോമായി ഹി നമ്മൾ ഉപയോഗിക്കും. ഹി, പിന്നെ ഹാഡ് എന്ന വെർബിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഹി ഹാഡ് ടു ക്യാരി എന്ന ഇൻഫിനിറ്റീവ് ടു ബി ക്യാരീഡ് ആയി മാറും. ഇൻഫിനിറ്റീവ്സിന്റെ പാസീവ് ഫോം നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഹി ഹാഡ് ടു ബി ക്യാരീഡ്. ഹി ഹാഡ് ടു ബി ക്യാരീഡ്. അയാളെ എടുത്തു കൊണ്ടുപോവേണ്ടി വന്നു. രണ്ടാമത്തെ സെന്റൻസിന് അർത്ഥം അവർക്ക് അയാളെ എടുത്തു കൊണ്ടുപോവേണ്ടി വന്നു എന്നാണ്. മൂന്നാമത്തെ സെന്റൻസ് പാസീവ് വോയിസിലാണ്, രണ്ടാമത്തേത് ആക്റ്റീവ് വോയിസിലാണ്.
സബ്ജക്റ്റ് ആണ് ഒരു സെന്റൻസിൽ പറയുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലായിരിക്കണം. സബ്ജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അതിനെന്തോ സംഭവിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് പാസീവ് വോയിസിലായിരിക്കണം. അതിനനുസരിച്ച് വേർബ്സ് വേണം നമ്മൾ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാൻ. ഇൻഫിനിറ്റീവിന്റെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ടു ബി പ്ലസ് V3 ഉപയോഗിച്ചാണ്. ദേ ഹാഡ് ടു ക്യാരി ഹിം, ഹി ഹാഡ് ടു ബി ക്യാരിഡ്. ഹാഡ് എന്ന വെർബിന് ഒരു ചേഞ്ചും വരുന്നില്ല, ഇൻഫിനിറ്റീവിനാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഞാൻ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണം. നമുക്കിത് ഷുഡ് ഉപയോഗിച്ച് തീർച്ചയായും ചോദിക്കാം. ഷുഡ് ഐ വെയിറ്റ് ഫോർ ദം എന്ന് ചോദിക്കാം. ഷുഡ് ഐ വെയിറ്റ് ഫോർ ദം. ഹാവ് ടു ഉപയോഗിച്ച് നമുക്കിത് പറയാം. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദം എന്ന് പറയുമ്പോൾ നീ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണം, അതിന്റെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. അതിന്റെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു ഐ ഹാവ് ടു വെയിറ്റ് ഫോർ ദം എന്ന് നമുക്ക് ചോദിക്കാം. ഡു ഐ ഹാവ് ടു വെയിറ്റ് ഫോർ ദം. ഞാൻ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണോ, അതിന്റെ ആവശ്യമുണ്ടോ? ഇത് തന്നെ നമുക്ക് ഷുഡ് ഉപയോഗിച്ചും ചോദിക്കാം. ഷുഡ് ഐ വെയിറ്റ് ഫോർ ദം. നിനക്ക് എത്ര നേരം കാത്തു നിൽക്കേണ്ടി വന്നു? പാസ്റ്റിലെ ഏതോ ഒരു ഒക്കേഷനിൽ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. അപ്പൊ എനിക്ക് 10 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നു എന്നെങ്ങനെ പറയും? ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ് അല്ലെ? ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ്. എനിക്ക് 10 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. നിനക്ക് എത്ര നേരം കാത്തു നിൽക്കേണ്ടി വന്നു? അതിന് നമുക്ക് ഹൗ ലോങ് ഉപയോഗിച്ച് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ലോങ്, പിന്നെ വരുന്നത് ഒരു ഓക്സിലറി വെർബാണ്, ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഹൗ ലോങ്ങിന് ശേഷം പിന്നെ ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരും. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്, ഹാഡ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിഡ് ആണ്. ഹൗ ലോങ് ഡിഡ്. നിനക്ക് യു. ഹാഡ് ടു പിന്നെ ഹാവ് ടു ആയി മാറും. കാരണം ഡിഡിന് ശേഷം നമുക്ക് ഹാഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. V1 ആണ് ഉപയോഗിക്കുക. ഹാവ് എന്ന ഫാമിലിയിൽ വരുന്ന വെർബ്സിന്റെ ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെയും എല്ലാം V1 ഹാവ് ആണ്. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. നിനക്ക് എത്ര നേരം കാത്തു നിൽക്കേണ്ടി വന്നു? ഒരു പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയും നമുക്ക് ഷുഡ് ഉപയോഗിച്ച് ചോദിക്കാം. വാട്ട് ഷുഡ് ഐ ഡു ടു ഗെറ്റ് എ ന്യൂ ഡ്രൈവിംഗ് ലൈസൻസ്. അങ്ങനെ ചോദിക്കാവുന്നതാണ്. വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം? ടു ഗെറ്റ് എ ന്യൂ ഡ്രൈവിംഗ് ലൈസൻസ്, ഒരു പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ. ഇത് തന്നെ നമുക്ക് ഹാവ് ടു ഉപയോഗിച്ചും ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഷുഡിന് പകരം അവിടെ വരുന്നത് ഡു ആണ്. വാട്ട് ഡു ഐ ഹാവ് ടു ഡു ടു ഗെറ്റ് എ ന്യൂ ഡ്രൈവിംഗ് ലൈസൻസ്. വാട്ട് ഷുഡ് ഐ ഡു എന്നതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വാട്ട് ഡു ഐ ഹാവ് ടു ഡു എന്നാണ്. ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ ഒരു മീനിങ് ആണ് വരുന്നത്. അർത്ഥത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഉപയോഗിക്കുന്ന സ്ട്രക്ചർ കറക്റ്റായി ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഹാവ് ടു ഉപയോഗിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഷുഡ് ഉപയോഗിക്കാവുന്നതാണ്. വാട്ട് ഷുഡ് ഐ ഡു ടു ഗെറ്റ് എ ന്യൂ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വാട്ട് ഡു ഐ ഹാവ് ടു ഡു ടു ഗെറ്റ് എ ന്യൂ ഡ്രൈവിംഗ് ലൈസൻസ്. നിനക്ക് വായിക്കാൻ കണ്ണട ധരിക്കേണ്ടതുണ്ടോ? എനിക്ക് വായിക്കാൻ കണ്ണട വേണം, കണ്ണട ധരിക്കേണ്ടതുണ്ട് എന്നെങ്ങനെയാ പറയുന്നത്? ഐ ഹാവ് ടു വിയർ ഗ്ലാസസ് ഫോർ റീഡിംഗ്. ഗ്ലാസസ് എല്ലായ്പ്പോഴും പ്ലൂറൽ ഫോമിൽ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്പെക്ടക്കിൾസ് എന്ന് പറയാം. ഐ ഹാവ് ടു വിയർ ഗ്ലാസസ് ഫോർ റീഡിംഗ്. ഈ സെന്റൻസ് തന്നെ നമുക്ക് നീഡ് ഉപയോഗിച്ചും പറയാം. ഐ ഹാവ് ടു വിയർ എന്നതിന് പകരം നമുക്ക് ഐ നീഡ് ഗ്ലാസസ് എന്ന് പറയാം. ഐ നീഡ് ഗ്ലാസസ് ഫോർ റീഡിംഗ്. എനിക്ക് വായിക്കാൻ കണ്ണട വേണം. ഐ നീഡ് ഗ്ലാസസ് ഫോർ റീഡിംഗ്. ഇനി നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. ഐ ഹാവ് ടു വിയർ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡു ആണ്, ഡിഡ് അല്ല, ഹാവും അല്ല. നിനക്ക് വായിക്കാൻ കണ്ണട ധരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഡു യു ഹാവ് ടു വിയർ ഗ്ലാസസ് ഫോർ റീഡിംഗ്. ഡു യു ഹാവ് ടു വിയർ ഗ്ലാസസ് ഫോർ റീഡിംഗ്. നമുക്ക് ഇത് തന്നെ നീഡ് ഉപയോഗിച്ചും പറയാം. ഡു യു നീഡ് ഗ്ലാസസ് ഫോർ റീഡിംഗ് എന്ന് ചോദിച്ചാലും ഇതേ അർത്ഥം തന്നെയാണ്. ഹാവ് ടു വിയറിന് പകരം നമുക്ക് നീഡ് ഉപയോഗിക്കാം. ഡു യു നീഡ് ഗ്ലാസസ് ഫോർ റീഡിംഗ്. നിനക്ക് വായിക്കാൻ കണ്ണട വേണോ? അല്ലെങ്കിൽ ഡു യു ഹാവ് ടു വിയർ ഗ്ലാസസ് ഫോർ റീഡിംഗ്. നിനക്ക് കഴിഞ്ഞ ഞായറാഴ്ച ജോലി ചെയ്യേണ്ടി വന്നോ? കഴിഞ്ഞ ഞായറാഴ്ചയെ കുറിച്ചാണ് ചോദ്യം. ചെയ്യേണ്ടി വന്നോ, ചെയ്തോ എന്നല്ല, ചെയ്യേണ്ടി വന്നോ. എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ജോലി ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഐ ഹാഡ് ടു വർക്ക് ലാസ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാഡ് ടു വർക്ക് ലാസ്റ്റ് സൺഡേ. ഇനി നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഡിഡ് യു ഹാവ് ടു വർക്ക് ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച നിനക്ക് ജോലി ചെയ്യേണ്ടി വന്നോ? ഡിഡ് യു ഹാവ് ടു വർക്ക് ലാസ്റ്റ് സൺഡേ. ഞങ്ങൾക്ക് അധികം സമയം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? വി ഹാഡ് മച്ച് ടൈം അല്ലെങ്കിൽ പ്ലെന്റി ഓഫ് ടൈം. ഇനഫ് ടൈം എന്ന് പറയുമ്പോൾ വേണ്ടത്ര സമയം ഉണ്ടായിരുന്നു. വി ഹാഡ് പ്ലെന്റി ഓഫ് ടൈം. അതാണ് ധാരാളം സമയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അധിക സമയം ഇല്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് വെർബാണ്. ഹാഡ് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻറ്റ് ഹാവ്. വി ഡിഡിൻറ്റ് ഹാവ് മച്ച് ടൈം. ഞങ്ങൾക്ക് അധിക സമയം ഇല്ലായിരുന്നു. വി ഡിഡിൻറ്റ് ഹാവ് മച്ച് ടൈം.
ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം പെട്ടെന്ന്, വേഗതയിൽ, അതായത് ധൃതി പിടിച്ച് ചെയ്തു അല്ലെങ്കിൽ ചെയ്യണം എന്നെല്ലാം പറയാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് വാക്കുകളാണ് ഹറി, റഷ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് ധൃതി പിടിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് ഇതാണ്, വി ഹാഡ് ടു റഷ് അല്ലെങ്കിൽ വി ഹാഡ് ടു ഹറി. രണ്ടും നമുക്കിവിടെ ഉപയോഗിക്കാം. വി ഹാഡ് ടു റഷ് എന്ന് പറഞ്ഞാലും വി ഹാഡ് ടു ഹറി എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. റഷ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടി തിരക്ക് പിടിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഹറി ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ധൃതി പിടിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. രണ്ട് വെർബിന്റെ മീനിങ്ങും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ സാഹചര്യത്തിൽ ഹറിയാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. വി ഹാഡ് ടു ഹറി അല്ലെങ്കിൽ വി ഹാഡ് ടു റഷ്. എത്ര മണിക്കാണ് നിനക്ക് പോവേണ്ടത്? എത്ര മണി? വാട്ട് ടൈം. ഡു യു ഹാവ് ടു ഗോ? വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ? എത്ര മണിക്കാണ് നിനക്ക് പോവേണ്ടത്? എനിക്ക് 5 മണിക്ക് പോകണം എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ടു ഗോ അറ്റ് 5. വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ? നിനക്ക് എത്ര മണിക്കാണ് പോവേണ്ടത്? നീ എത്ര മണിക്കാണ് പോയത്? വാട്ട് ടൈം ഡിഡ് യു ലീവ് അല്ലെങ്കിൽ ഡിഡ് യു ഗോ? വാട്ട് ടൈം ഡിഡ് യു ലീവ്? ഐ ലെഫ്റ്റ് അറ്റ് 5 എന്ന് പറയുമ്പോൾ ഞാൻ 5 മണിക്ക് പോയി. അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണിത്. വാട്ട് ടൈം ഡിഡ് യു ലീവ്? നീ എത്ര മണിക്കാണ് പോയത്? ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നോക്കിയത്. പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. ഒരു കാര്യം ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും മാത്രം പോരാ, അതിന്റെ കൂടെ ഹാവ് ടു, ഹാഡ് ടു അതുപോലുള്ള സ്ട്രക്ചേഴ്സും യൂസ് ചെയ്യണം. അങ്ങനെ ഹാവ് ടു ഉപയോഗിക്കുന്ന സെന്റൻസസും ഹാഡ് ടു ഉപയോഗിക്കുന്ന സെന്റൻസസും എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം, നെഗറ്റീവ് ആക്കാം, അതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ലെസൺ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.